ഹലോ, അതെ അതെ, തിരക്ക് തകർത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സസ്പെൻസ് ഓരോ സീനിലും സസ്പെൻസാണ്. സസ്പെൻസ് ഇങ്ങനെ മറിഞ്ഞു വരുന്നു. നായകൻ വരുന്നു, നായികനെ കാണുന്നു, അവിടെ ഒരു സസ്പെൻസ്, അവർ ഒരു പ്രേമം സസ്പെൻസ്, അവിടെ വില്ലൻ കാണുന്നു. അതെ അതെ, ഓരോ സീനിലാണ് സാർ സസ്പെൻസ്. ഇൻ്റർവ്യൂവിൽ മറ്റൊരു അടാറ് സസ്പെൻസാണ്. സാറിനറിയാമല്ലോ, എൻ്റെ പടങ്ങളെല്ലാം സസ്പെൻസാണല്ലോ. സസ്പെൻസ് ഇല്ലാതെ ഒരു പടവും തീർന്നിട്ടില്ല. ജനത്തിന് ആകാംക്ഷ കൊടുക്കണം സാർ, എന്നാലേ ആൾ കയറുള്ളൂ സാർ. അതെ അതെ അതെ. ഓരോരുത്തരും ഓരോ വെറുതെ ബുദ്ധിമുട്ടിക്കല്. കാശ് മുടക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ആൾക്കാർ. എന്താണ് ഇതിൻ്റെ മുഖത്തൊരു വല്ലായ്മ? ഓ, ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. അതല്ല, ഇനിയിപ്പോ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, നിങ്ങൾ അറിയണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം? എന്താണ് സസ്പെൻസ് ഇല്ലാതെ പറ. ആദ്യമായിട്ടാ ഇങ്ങനെ സംഭവിക്കണത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഒരു കാര്യം എന്താടി, എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. ഒരുപാട് വിശ്വസിച്ചു, ഒരിക്കലും പിരിയത്തില്ലെന്ന് കരുതി. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. നീ വെറുതെ സസ്പെൻസ് ഇടാതെ ഇങ്ങനെ കാര്യം ഇങ്ങനെ പറ. എന്താ സംഭവിച്ചത്? പിരിഞ്ഞു. ആര് പിരിഞ്ഞു? ആരെന്നല്ല, പാല്. ഇന്ന് രാവിലെ ചായ ഇടാനായിട്ടേ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ മേടിച്ചു വെച്ച പാല് പിരിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നാളെ ഇത്ര സസ്പെൻസ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് സസ്പെൻസ് ആണല്ലോ ഇഷ്ടം. നീ ബോളിനടുത്തേക്ക് പോയിക്കോ. ഇനിയിപ്പോൾ എന്തായാലും കട്ടൻ ചായ ഇല്ലേ, ഞാൻ ഉണ്ടാക്കി വെച്ചോ. കട്ടൻ ചായ നിങ്ങൾക്ക് ഇടാൻ അറിയാലോ, അതുകൊണ്ട് ഞാൻ പറയാൻ വരുമായിരുന്നു. നിങ്ങൾ വേറെ സ്കോർ ചെയ്തല്ലേ, ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിക്കുക. ഞാൻ ഫോണിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ശരി. Excuse me, sir, madam, sir. ആരാണ്? എന്താ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതായിരുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല. അയ്യോ, സാധാരണ എല്ലാവരും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് സാറിനെ കാണാൻ അല്ല, വരുന്നത്. സാർ ഈ സസ്പെൻസിന്റെ ആളാണല്ലോ, അപ്പോൾ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എന്ന് കരുതി ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല. ഒരു കഥ പറയാൻ വന്നാ. കഥ പറയാനോ? സസ്പെൻസ് ആണോ? അതെ. എന്നാ ഒരു കാര്യം ചെയ്യും, എന്നോട് പറയണ്ട, സാറിനോട് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ സാറിനോട് പറഞ്ഞിട്ടേ ശരിയാക്കാം. ഓക്കെ മാഡം. റെഡി, നിക്കേ. നീ പോയില്ലേ? പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നേരെ മുന്നിൽ സസ്പെൻസ്. ഹസ്ബൻഡാ? ഹസ്ബൻഡ് അല്ല, ഒരു സസ്പെൻസ് കഥ പറയാനായിട്ട് ആരോ ഒരുത്തം വന്ന് നിൽക്കണം. കഥ പറയാൻ വന്നേക്കണം? ആ, നിങ്ങളോട്. കഥയുള്ളവനാണോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല, കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നണില്ല. ഞാൻ ഇന്റർവ്യൂവിൽ വരെ ഒരുത്തം കേട്ട കഥയാണ് ഇപ്പോൾ എഴുതി വെച്ചേക്കണത്. അത് കഴിഞ്ഞിട്ട് കഥയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണേ. ഇപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കഥ നല്ലതാണെങ്കിൽ സെക്കൻഡ് ഹാഫ് അവൻ്റെ കഥയാക്കാം. രണ്ടും കൂടി ആകുമ്പോൾ എൻ്റെ കഥയാവുമല്ലോ. എന്നാ വരാൻ പറ. നമസ്കാരം സാർ. നമസ്കാരം. ഹലോ. ഞാൻ കഥ പറഞ്ഞു സാർ, ഹിന്ദിയിൽ. അപ്പോൾ ആ സബ്ജക്റ്റ് കേട്ടതിന് ശേഷം അവിടുത്തെ പ്രൊഡ്യൂസർ പറഞ്ഞത് അത് ദിൽവാനിയ ദുൽഹാനിയല്ലേ ജായങ്കയായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പടം കണ്ടിട്ടില്ല. അധികം ദിവസം ഓടിയ പടമാണോ സാറ്? ഓക്കെ. അപ്പോൾ അങ്ങനെ വേറെ സബ്ജക്റ്റ് കൊടുക്കാം. നമുക്ക് നാളെ മറ്റന്നാളെ ഇരുന്ന് കൊടുക്കാം. 2 രാത്രി ഇരുന്ന് എഴുതിയാൽ പോരെ? ഓക്കെ സാർ. 36 ഇടിയുണ്ടാവും. 28 പാട്ടും. ഓക്കെ സാർ. ശരി. കഥ പറയാൻ സമയമില്ല സാർ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എഴുതരാമെന്ന് പറഞ്ഞു. ഇരിക്കും. എന്നോടല്ല, ഞാൻ എന്നോട് പറഞ്ഞാണ് ഇരിക്കാൻ. എന്താണ് എൻ്റെ കാര്യം? സാറിനെ ഒന്ന് കാണാൻ വന്നതായിരുന്നു. കണ്ടില്ലേ ഇപ്പോൾ? അല്ല, ഒരു കഥ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയൂ. കഥ സാർ. ആയിരുന്നു. താങ്ക് യു. എന്താണ് കഥ? ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ കുട്ടില്, ബോംബെ, അവിടെ തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരു അച്ഛൻ, കോളനി, രോഗം പിടിച്ചിരിക്കുന്ന ഒരമ്മ, ഹോസ്പിറ്റലാണ്, പ്രായമായ 2 പെൺമക്കൾ. അപ്പോൾ നമുക്ക് ലേഡീസ് ഹോസ്പിറ്റൽ വേണം. ഇതിനിടയിൽ ജോലിയില്ലാതെ നഷ്ടം വരുന്ന ഒരു ചെറുപ്പക്കാരൻ PSC ടെസ്റ്റ് എഴുതേണ്ടി വരും. ഈ പെൺമക്കളെ കിട്ടിക്കാൻ വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങി അയാൾ ഇങ്ങനെ തിരിച്ചുകൊണ്ട് നടക്കുക. പുള്ളിയുടെ നായകൻ? അതെ, പറയും. അപ്പോൾ അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നത്. ഏത് വീട്ടിലേക്ക്? ഇവിടെ. ആരാ നായകൻ? ഞാനാ സാർ. എന്താ ബുദ്ധിമുട്ട്? ഈ പറഞ്ഞ പെങ്ങന്മാരെ കെട്ടിക്കണം. അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ. വളരെ ബുദ്ധിമുട്ടില്ല സാറേ. അതിന് സിനിമാക്കാരനല്ലേ സാറ്, സാറിനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്നോർത്ത് വന്നതാ സാറേ. 2 പെങ്ങളാ സാറേ, 2 പെങ്ങന്മാര്. അവരെ കെട്ടിക്കണ്ടേ? എങ്ങനെയാ വന്നത്? നടന്ന് അങ്ങോട്ട് പുറത്തേക്ക്. ഞാൻ വൈഫിനെ വിളിക്കണം. സാർ, അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കും. പേരെന്താ പറഞ്ഞു? ഫൽഗുനൻ. നല്ല പേര്. ഡേ കമലം, എന്താണ് ഇപ്പം അകത്തേക്ക് നീ ഒരുത്തനെ പറഞ്ഞു വിട്ടില്ലേ? കഥയുള്ള ഒരുത്തനാ. ആ കഥ പറയാൻ വന്നത്? ഒരു കഥയില്ലാത്തവനാ. ഞാൻ ഒരിടത്ത് പോകാൻ ധൃതിയിട്ടൊരുങ്ങിയാണ്. അവൻ വന്നത് നടന്നാണ്. അവനൊരു 500 രൂപ വണ്ടിക്കാശ് കൊടുത്തേക്ക്. എന്തിനാ പൈസ കൊടുക്കണം? അത് കൊടുത്തേക്ക്. അവൻ നടന്നാ വന്നത്.
ഈ 500 രൂപ കൂടി കൊടുത്തേക്ക്. ഇത്ര ഇത് വന്നതിന്. ഇത് ഇനി മേലാൽ വരരുത്. വന്നാൽ പേനക്ക് ഞാൻ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞേക്ക്. ഇത്രയും കൊടുക്കണം? ഉള്ളത് മതി, അത്ര മതി. കൂടെ കൊടുക്കും. പൊടി. ഇത്രയും കൊടുത്താൽ മതിയാ? മതി. ശരി. ഓ ഇനി ആർക്കിതാൻ തോറ്റി. നമ്മുടെ അടുത്തൊന്നും വന്നവനൊക്കെ 1000 രൂപ എന്ത് കാര്യത്തിന്? ഇതിൻ്റെ ആവശ്യമുള്ളൂ 600 രൂപ. അത് കൊടുത്താൽ മതി. ദേ ഈ 300 നിങ്ങൾ ഇവിടം വരെ ബുദ്ധിമുട്ടി വന്നതിൻ്റെ വണ്ടിക്കാശ്. ഈ 300 ഇനി മേലെ ഇവിടെ വന്ന് സാറിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള കാശ്. ഇനി പോവാൻ നോക്ക്. അടിപൊളി. 500 ചോദിച്ചു, 600 കിട്ടി. ഒരു സസ്പെൻസിന് 400 രൂപ ലാഭം. ഇതുപോലെ അടുത്ത ആരെങ്കിലും ഒരു സസ്പെൻസിന് വന്നിരുന്നെങ്കിൽ. ചേച്ചി ചേച്ചി, ആരാണ്? ഞങ്ങള് മനയെഴുത്തുപള്ളി കുടുംബക്ഷേത്രത്തിൽ നിന്ന് വരികയാണ്. ആണോ? വാ വാ, കയറിയിരിക്കും. ആയിക്കോട്ടെ. നമ്മുടെ അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠയാണ് ഈ വരുന്ന കുംഭം 16. അതിന് ആ അമ്പലം പൊളിച്ചില്ലല്ലോ. അല്ല, ഇത് നമ്മൾ വലിയ അമ്പലം പൊളിച്ചിട്ട് ഒരു ചെറിയ അമ്പലം പണിയാൻ വേണ്ടിയിട്ട്. അതെന്തിനാ വലിയ അമ്പലം പൊളിച്ചിട്ട് ചെറിയ അമ്പലം പണിയണത്? വലിയ അമ്പലം അല്ല, വഴിയമ്പലം പൊളിച്ചിട്ട് ഒരു ചെറിയ അമ്പലം പണിതിട്ട് അവിടെ നമുക്ക് പ്രതിഷ്ഠിക്കണം. അപ്പം ഇതിപ്പോ പൊളിക്കാനുള്ളതിനാണോ പണിയാനുള്ളതിനാണോ പൈസ വേണ്ടത്? രണ്ടിനും പൈസ വേണമല്ലോ. സാമ്പത്തികം ഇല്ലാണ്ടൊരു കാര്യവും നടക്കില്ല. എത്ര ഉദ്ദേശിക്കുന്നത്? ഒരു സിനിമാക്കാരന്റെ വീടാകുമ്പോൾ ഞങ്ങളത് പറയേണ്ട കാര്യമില്ല. അത് എന്തായാലും ഒരു 10-25 കിട്ടുമല്ലോ. അയ്യോ, ചേട്ടനൊരു സിനിമാക്കാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലേ? അല്ല, ചേട്ടൻ ഇപ്പൊ സിനിമ ഒരെണ്ണം ചെയ്തിട്ട് റിലീസ് ആയതേ ഉള്ളു. അത് അധികം ഓടിയില്ല. സിനിമാക്കാരനായോ? പൈസ ഉണ്ടാവും. സത്യം പറഞ്ഞ ചേട്ടൻ ഇവിടെ ഇല്ല. അയ്യോ, ചേട്ടനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രതീക്ഷിച്ച തുകയൊക്കെ തന്നേനെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, അല്ല വേണ്ട, എന്റെ കയ്യിലുള്ള ഇത്തിരി പൈസ ഞാൻ തരാം. ഇനി ചേട്ടൻ എപ്പോഴെങ്കിലും കാണുമ്പോ മേടിച്ചാ മതിയല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേട്ടനുള്ളപ്പോ വേറെ മേടിക്കാം. പിന്നീട് എപ്പോഴെങ്കിലും. ഇപ്പൊ ഉള്ളത് തരാം. ശരി. നിങ്ങളിതെന്താ നോക്കി എഴുതണം? കാണാണ്ട് എഴുതാൻ എനിക്കറിയും. അപ്പൊ വല്ലവന്റെ കഥ നോക്കി പകർത്തിയാണല്ലേ? ഭാവനകളല്ലേ? ഓ ഭാവന. ദേ അമ്പല കമ്മിറ്റിക്കാർ വന്നിരിക്കണ്. അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണമെന്ന്. ഞാൻ ബുദ്ധിപരമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇല്ലെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഇച്ചിരി പൈസ കൊടുത്താൽ മതി. ഉണ്ടായിരുന്നെങ്കിലേ, ഉണ്ടെന്ന് പറഞ്ഞാൽ 25,000 രൂപ കൊടുക്കേണ്ടി വരും. എന്താണ് അമ്പലത്തിന്റെ എന്താ ആവശ്യം? ആ പുനഃപ്രതിഷ്ഠ പൊളിച്ചു പണിയെന്ന് ഏതാണ്ട് പറഞ്ഞു. 1000 മതിയാവൂലേ? 1000 അല്ല 500 മതി. 500 മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. അത് മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ? ഇതിൻ്റെ കണക്കും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1000 രൂപയ്ക്കാണ് നമുക്ക് സംഭാവന വരുന്നെങ്കിൽ അത് നമ്മൾ നോട്ടീസിൽ അടിക്കും. പിന്നെ ഒരു 500 രൂപയാണെങ്കിൽ നമ്മളത് മൈക്ക് സെറ്റിലൂടെ വിളിച്ചു പറയും. 500 താഴെ ആണെങ്കിൽ നമ്മൾ ബുക്കിൽ നോട്ട് ചെയ്യും. ബുക്ക് നോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ നോട്ടെടുത്ത് ബുക്കിൽ വെക്കും, അത് നോട്ട് ചെയ്യും. എന്നാൽ ബുക്ക് നോട്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ 300 രൂപയുള്ളൂ. ഓ 300 രൂപയുള്ള? എടാ ഇത് ആ ബുക്കിൽ നോട്ട് ചെയ്ത് ഒരു 3000 ആക്കിക്കോ കേട്ടോ. ഇതെന്താ 3000? ഞാൻ 300 തന്നത്. അല്ല, അത് നമ്മൾ 3000 ആക്കണം. അതെന്തിനാ അങ്ങനെ? ഇത് സംഭവം ഇത് കണ്ട, ഇതിപ്പോൾ നമുക്ക് തരുന്നതാണ്. ഇതിപ്പം 500, 2000, 3000. ഇവരൊക്കെ 500, 3000 ഒക്കെ തന്നതാണോ? ഇല്ല, അവർ 50 രൂപയാണ് തന്നത്. നമുക്കത് നമ്മൾ ഒരു പൂജ്യമായിട്ട് 500 ആക്കണം. നമുക്ക് കാണിക്കുമ്പോൾ ഒരു വെയിറ്റ് വേണ്ടേ? നമുക്ക് ഇത്രയൊക്കെ സംഭാവന കിട്ടി എന്നുള്ളൊരു, അല്ലേ? അത് നമ്മളൊരു ടെക്നിക്കാണ്. ഇപ്പൊ നിങ്ങൾ 300 രൂപ തന്നപ്പോൾ 3000 ആക്കി. ഇപ്പൊ അടുത്ത വീട്ടിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവിടുന്ന് 3000 രൂപ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിലേ 4000 ആയിട്ട് എഴുതിക്കും. 100 ഉണ്ട്. ഓക്കെ, അത് ഞങ്ങൾ പിന്നെ 4000 ആക്കാം. 4000 ആക്കിയൊക്കെ. അപ്പൊ ശരി, ഞാൻ ഒരിടത്ത് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. പിന്നെ ഒരു കാര്യം, ചേട്ടൻ വരുമ്പോൾ വേറെ ഞങ്ങൾ മേടിക്കും. അത് നമുക്ക് ആലോചിക്കാം. ഓക്കെ ശരി. ആ 400 പറ്റിട്ടില്ലേ? 4000 അല്ലേ? 2 പൂജ്യം പറ്റി 40 ആക്ക്. പൂജ്യം കൂട്ടാം. ആര് പൂജ്യം കൂട്ടാൻ? അവർ 400 വന്നെങ്കിൽ അതിൽ നിന്ന് 1 പൂജ്യം പറ്റിയത് 40 ആക്കിയാൽ ബാക്കി 360 നമ്മുടെ കയ്യിൽ ഇരിക്കും. നമ്മൾ വെറുതെ, മനസ്സിലായേ? 40 ആക്കുക. അമ്പലം വിഴിങ്ങെന്നുള്ള പേര് മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കൂടെ വേണം.
ഇട്ടുപോ. ആ നമസ്കാരം. ആ നമസ്കാരം. എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയാന്നോ? ആ ഞാനിന്ന് പുറത്തേക്ക് പോകാനായിട്ട്. ഞങ്ങള് അറിയാലോ നമ്മുടെ റെസിഡൻസിന്റെ പ്രസിഡന്റ് സെക്രട്ടറി. നമ്മുടെ പരിധിയിൽപ്പെട്ടേ ഒരു വീട്ടിലെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. നല്ല കാര്യം. വേറൊന്നുമില്ല, തീരെ ഗതികെട്ട ഒരു കുടുംബമാണ്. അച്ഛനില്ല, അമ്മക്കാണെന്നുണ്ടെങ്കിൽ അമ്മ ഈ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ജീവിക്കുന്നതാണ്. 2 പെങ്ങന്മാരാണ്. പിന്നെ ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാ. അപ്പൊ വീടാണെന്നുണ്ടെങ്കിൽ തീരെ ഇല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും പുറത്തു പോകാത്ത രീതിയിലുള്ള ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബം. അപ്പൊ ആ കുട്ടിക്ക് ഒരു ആഗ്രഹം, വേറെ ഒന്നുമല്ല, ഒരു ഫോൺ മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ ആ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ. ആണല്ലേ? പക്ഷെ ഇതിനകത്തേ ഒരു സസ്പെൻസ് ഇല്ല. ചേട്ടനാണെന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യം കേട്ടാ അതിനകത്ത് എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ടെങ്കിൽ വല്ലതും ചെയ്യുള്ളൂ. അതാണ്. അയ്യോ, ഇതിനകത്ത് സസ്പെൻസ് ഉണ്ട്. എന്ത് സസ്പെൻസ്? ഈ ഫോൺ എന്ന് പറഞ്ഞ സാധാ ഫോണല്ല, കുട്ടിക്ക് വേണ്ടത് ഒരു ഐഫോൺ ആയിരുന്നു, ഗെയിം കളിക്കാൻ. അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്ത് നിക്ക്, ഞാൻ ചേട്ടനോട് പറയാം. കാര്യം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചേട്ടനറിയാതെ ഞാനൊന്നും ചെയ്യത്തില്ല. ചേട്ടന്റെ സമ്മതത്തിലേ ചെയ്യത്തില്ല. അപ്പൊ ചേട്ടനോടൊന്ന് അനുവാദം ചോദിച്ച് ചെയ്യും. നിക്കേട്ടാ, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് ഹാഫാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എഴുതാം. കാര്യം തന്നാ ഇന്ന് വരെയും പലപ്പോഴും വന്നേക്കണത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഹാഫ് വന്നേക്കണം. നമുക്ക് സെക്കൻഡ് ഹാഫ് ആദ്യം എഴുതാം. അപ്പോൾ അതിൻ്റെ വിജയം അനുസരിച്ചിട്ട് ഫ്രണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആൾക്കാരുടെ ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ഇടിച്ചേറ്റം ഉണ്ടാവും. ഞാൻ വിളിക്കാം. അടുക്കളയിൽ നിന്ന് ഹാഫ് തീർത്തല്ലേ, എന്നിട്ടാണ് ഈ ഹാഫിന്റെ കഥയും പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ 100 പേരാണ് വന്നത്. ഇപ്പം 100 പേര് വന്നിട്ടുണ്ടോ? ഇല്ല, 2 പേര്. പിന്നെ 100 പേരെന്ന് പറഞ്ഞു? ഇപ്പൊ 2-3 പ്രാവശ്യം ആയില്ല ഓരോരുത്തർ വന്നത്. ഇപ്പൊ ഒരു കൊച്ചിന് ഏതാണ്ട് മൊബൈലാ ഏതാണ്ട് മേടിക്കാനായിട്ട് പിരിവിന് വന്നിരിക്കുന്നു റെസിഡൻസ് അസോസിയേഷൻ. കാശ് കൊണ്ടായിരിക്കും. കാശ് കൊണ്ടായിരിക്കും. കാശ് പിന്നെ കൊടുക്കണ്ടേ? തിരക്കഥാകൃത്തായി പോയാൽ, നമ്മൾ സിനിമാക്കാരനായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ വരും. ആണ് ഞാൻ സെക്യൂരിറ്റി വെക്കണം. സെക്യൂരിറ്റി നോക്കണമെന്ന് വിചാരിച്ചാൽ അയക്ക് കൊടുക്കാൻ ശമ്പളത്തിനുള്ള പൈസയില്ല കയ്യിൽ. അയ കൊടുക്കും. 1000 രൂപ ഇത് കൊടുക്കണോ? കൊടുക്കാം. ഇങ്ങർക്ക് തലയ്ക്ക് എന്താ ഓളമാണ്? ഈ വന്നവനും പോണവനും 1000-500 എടുത്ത് കൊടുക്കാൻ കുറച്ച് കൂടണുണ്ട്. സംഗതി ഒറ്റപ്പടം ചെയ്തോളൂ, സംഗതി സെറ്റപ്പായി പോയല്ലേ. മാത്രം കാശൊക്കെ സിനിമ ഏതാ കിട്ടുമോ? ഞാനേ ഈ കാര്യം ചോദിക്കാനായിട്ട് ചേട്ടൻ്റെ അടുക്ക ചെന്നപ്പോഴേ കാര്യം പറഞ്ഞു ചേട്ടൻ ഫുള്ള് ചാർജായിട്ട് നിൽക്കുന്നു. നല്ല ഫിറ്റാണോ? അല്ല, നല്ല മൂഡ്. നല്ല മൂഡാണ്. കുട്ടിയുടെ കാര്യമല്ലേ, ഒരു കൊച്ചിന്റെ കാര്യല്ലേ. അതുകൊണ്ട് ഇതേ 700 രൂപ തന്നിട്ടുണ്ട്. 700 രൂപ ഉണ്ടല്ലേ. കുട്ടിയുടെ കാര്യമ്പോഴത്തേക്ക് സാറിന് താല്പര്യം ഉണ്ടാവും. അതെ അതെ അതെ. എന്നാ ശരി, ഞങ്ങളങ്ങാടന്നല്ലേ. എങ്ങോട്ട് പോകണ? ഞങ്ങൾ ബാറിലേക്ക്. ബാറിലേക്കാ? അല്ല, ബാർബർ ഷോപ്പിലേക്ക്. ബാർബർ ഷോപ്പിൽ ഒന്ന് മുടി വെട്ടണേ. ആരുടെ? നിങ്ങളുടെ കൊച്ചിന്റെ. അപ്പം മുടി വെട്ടാനായിട്ടാണ്? ഇല്ലില്ല, അത് വേറെ. കൊച്ചിന്റെ ഒന്ന് മുടി വെട്ടി കൊടുക്കണമല്ലോ. ഇതിപ്പോ 2 പ്രാവശ്യം ചാർജ് ചെയ്യാനുള്ള പൈസ ആയല്ലോ. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പൈസ ആയല്ലോ. കൊച്ചിന്റെ മൊബൈല് മേടിക്കുന്ന മൊബൈൽ ചാർജ് ചെയ്യാം. ശരി, എന്നാ ശരിയാണേ. ഓക്കെ. ഇന്ന് ആരെയാണോ കാണി കണ്ടത്? ഈ കേസിൽ 300 രൂപ വലിയ ലാഭമല്ല. പിന്നെ സാരമില്ല, ഒരു കൊച്ചിൻ്റെ കേസല്ലേ, അതുകൊണ്ട് ക്ഷമിക്കാം. അമ്പല കേസിൽ 100, രണ്ടും കൂടെ ചേർത്ത് 400. അടിപൊളി. ഇന്നത്തെ അടിപൊളിയായിട്ടുണ്ട് കച്ചവടം. ഹലോ, അയ്യോ ഞായറാഴ്ചയാണോ? ഞാൻ ആ കാര്യം മറന്നുപോയി. അയ്യോ, ശരി വെച്ചോ, ഞാനിപ്പോൾ വിളിക്കാം. കല്യാണത്തിൻ്റെ കേസ് ഞാൻ പറയാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? എന്തായാലും ചേട്ടനോട് പറയാം. ഇനിയിപ്പോൾ മലയാളം പടം കണ്ടിട്ട് കാര്യമില്ല, കൊറിയൻ പടങ്ങൾ ഇരുന്ന് കാണാം. എന്നാലേ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടേണിങ് സസ്പെൻസ് കിട്ടും. നീ പോയില്ലേ? ഞാനീ പോകാനൊരുങ്ങിയപ്പോഴാണ് കോള് വന്നത്. ആരുടെ? മാമന്റെ മോളുടെ കല്യാണമായിരുന്നു. ഞാൻ ആ കാര്യം മറന്നുപോയി. വിളിച്ചോടി പോയതല്ലേ? അത് പോയി, പക്ഷെ പിടിച്ചോണ്ട് വന്നു. ഇനിയിപ്പോ ഒരു റിസപ്ഷൻ ആയിട്ട് നടത്തിയിട്ട് എല്ലാരും വിളിച്ച് നല്ല അടിപൊളിയാക്കാന്ന്. കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു മേടിക്കാൻ മാമന്റെ ഒരു ചെറിയ അടവ്. അങ്ങനെയല്ല, എല്ലാരും അറിയണ്ടേ കല്യാണം നടത്തിയെന്ന്. അതിന് വേണ്ടിട്ട് നീ എന്തെങ്കിലും പോയാൽ മതി. അപ്പേ നമുക്ക് ഒരു റിങ് കൊടുക്കണം. മാമന്റെ നമ്പർ അറിയോ? മാമന്റെ നമ്പർ എന്തിനാ? ആ നമ്പർ എടുത്തിട്ട് അതിനകത്ത് റിങ് കൊടുക്കുമ്പോൾ മാമൻ തിരിച്ചു വിളിക്കുമ്പോൾ കാര്യങ്ങൾ പറയാലോ, ഒരു കൺഗ്രാജുലേഷൻ പറയാലോ. അത് കോള് ഫോൺ ബെല്ല് കൊടുക്കാനല്ല പറഞ്ഞത്. പിന്നെ മോതിരം, റിങ്. സ്വർണത്തിന് ഇപ്പൊ എന്താ വിലയെന്ന് നിനക്ക് അറിയാം? അതൊക്കെ എനിക്കറിയാം. എന്നിട്ടാണ് റിങ് ഉണ്ടാക്കാൻ പോണത്. അയ്യാ
അപ്പൊ നിങ്ങൾക്ക് ഇക്കണ്ട ആളുകൾ മുഴുവൻ വന്നിട്ട് നിങ്ങളുടെ ഈ പേഴ്സിൽ ഇരുന്ന് മുഴുവൻ പൈസ എടുത്ത് ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കണ്ടായിരുന്നില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എടി ഇത് കണ്ട ഇനിയുണ്ട് ഇനി പൈസ. അത് തന്നെ പറഞ്ഞത്, ഇങ്ങോട്ട് എടുത്ത് വീശി ഞാൻ പോയി റിങ് മേടിക്കട്ടെ. ഇതെല്ലാമേ നിനക്ക് തരാനുള്ളതല്ല. പിന്നെ നിന്നെ ഞാൻ തന്നാ നിന്നെ ഞാൻ പറ്റിക്കണേന് തുല്യമായി പോകും. എടി നീ ഓരോരുത്തർക്ക് വേണ്ടി പൈസക്ക് ഇങ്ങോട്ട് വന്നാ, അപ്പൊ ഞാൻ ഭാര്യക്കൂരി അങ്ങോട്ട് പൈസ തന്നാ. എടി ഇത് എനിക്കൊരുത്തം നന്ദി എന്നെ പറ്റിച്ചാണ്, അത് മൊത്തം കള്ളനോട്ടായിരുന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതെല്ലാം കള്ളനോട്ടായിരുന്നെന്ന്. എങ്ങനെയുണ്ട് എന്റെ സസ്പെൻസ്? ഇതൊരു വല്ലാത്ത സസ്പെൻസ് ആയിപ്പോയി. നിങ്ങൾ ഈ കള്ളനോട്ട് കൊടുത്തേ അവരെ അല്ല പറ്റിച്ചത്, എന്നെയാ. നിന്നെ ഞാനങ്ങനെ പറ്റിച്ച്? നിങ്ങൾ ഈ തന്ന കള്ളനോട്ടെല്ലാം ഞാൻ എന്റെ ബാഗിൽ വെച്ചിട്ട് നല്ല നോട്ട് എടുത്ത് അവർക്ക് കൊടുത്തു. ഞാൻ എന്നെ തന്നെയാ പറ്റിച്ചത്. ഒടുക്കത്തെ സസ്പെൻസ് ആയി പോയില്ല.